കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലും അതിനുശേഷം നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തിയാലും. ഇന്ന് നമുക്ക് പഠിക്കാം എന്താണ് ഡു, എന്താണ് ഡസ് ഇൻ ഇംഗ്ലീഷ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഓക്സിലറി വെർബായിട്ട് ഡു ആൻഡ് ഡസിനെ ഉപയോഗിക്കുന്നു. രണ്ടാമതായി ഡു ആൻഡ് ഡസിനെ ഇംഗ്ലീഷിൽ വെർബായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ചെയ്യുക എന്നുള്ള മീനിങ് ആണ് ഡു ആൻഡ് ഡസിന് വെർബായിട്ട് വരുമ്പോൾ കിട്ടുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡു ആൻഡ് ഡസ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഓക്സിലറി വെർബ്സ് ആണെന്നുള്ളത്. പ്ലൂരൽ ബഹുവചനത്തിൻ്റെ കൂടെയാണ് ഡു വരുന്നത്. സിംഗുലർ ആയിട്ടുള്ള ഏകവചനത്തിൻ്റെ കൂടെയാണ് ഡസ് ഉപയോഗിക്കുന്നത്. പ്ലൂരൽ പഠിച്ചെടുക്കാൻ നമുക്ക് സിമ്പിളാണ്. ഐ യു ദേവി, അയ്യോ ദേവി എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാം. സിംഗുലർ ഹി ഷീ ഇറ്റ് ഷിറ്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ സിംഗുലറിനെ പെട്ടെന്ന് പഠിക്കാം. ഉദാഹരണ സഹിതം മനസ്സിലാക്കാം. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റിലെ ഒരു സെൻറ്റൻസാണ് ഐ പ്ലേ ഫുട്ബോൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഐ ഉപയോഗിച്ചാൽ ഡു വരുമെന്ന്. പക്ഷേ ഐ പ്ലേ ഫുട്ബോൾ ഇതിൽ നമുക്ക് ഡൂവിനെ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഡൂവിനെ നമുക്ക് കാണാൻ സാധിക്കും ആ സെൻറ്റൻസ് നെഗറ്റീവായാൽ ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ. അതുപോലെ തന്നെ ആ സെൻറ്റൻസിനെ ക്വസ്റ്റ്യൻ ആക്കിയാൽ ഡു യു പ്ലേ ഫുട്ബോൾ. ഇനി നമുക്ക് അടുത്ത ഉദാഹരണം നോക്കാം. അടുത്ത ഉദാഹരണം ഡസ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് ഷീ ഡ്രിങ്ക്സ് മിൽക്ക്. നമ്മൾ പറഞ്ഞു സിംഗുലർ ഷീ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ഡസ് ആണെന്ന്. പക്ഷേ ആ സെൻറ്റൻസിൽ നമുക്ക് എന്തിനെ കാണാൻ സാധിക്കുന്നില്ല, ഡസ്സിനെ കാണാൻ സാധിക്കുന്നില്ല. അതിന് പകരം നമ്മൾ വെർബിൻ്റെ കൂടെ എസ് ഫോം ചേർക്കുന്നു. അതിൻ്റെ താഴത്തെ സെൻറ്റൻസ് നെഗറ്റീവാണ്. ഷീ ഡസിൻറ്റ് ഡ്രിങ്ക് മിൽക്ക്. അതിൻ്റെ കൂടെ നമുക്ക് ഡസ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഡസ് ഷീ ഡ്രിങ്ക് മിൽക്ക്. അവിടെ നമുക്ക് എന്തിനെ കാണാൻ സാധിക്കുന്നുണ്ട്, ഡസ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കാം. ഇതുവരെ നമ്മൾ പഠിച്ച ഉദാഹരണങ്ങൾ ഡസ് ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഉദാഹരണങ്ങളാണ്. ഇനി ഡസ് വെർബായിട്ട് വരുമ്പോൾ എന്നെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഉദാഹരണം ദേ ഡു ഇംഗ്ലീഷ് ഹോം വർക്ക്. ഇവിടെ നമ്മൾ കാണുന്നു ഡു വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവർ ഇംഗ്ലീഷ് ഹോം വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഷീ ഡസ് വർക്ക്, അവൾ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ വി ഡു ഡാൻസ്, നമ്മൾ ഡാൻസ് ചെയ്യുകയാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡൂവിൻ്റെ ഡസിൻ്റെയും ഉപയോഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.